ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു മിസോറം ഡിഷാണ് സാൻഡ് പിയോ. പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 ഗ്ലാസ് അരിയാണ്. അത് നന്നായി കഴുകി എടുക്കണം. ഇത് നമ്മളൊരു കഞ്ഞീൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഇത് തിളക്കട്ടെ. ഇപ്പം നമ്മൾ ചട്ടിയിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഇതിലേക്ക് അല്പം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ഫ്രൈസിനെ നമ്മൾ നന്നായി പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഫ്രൈസിന് പകരം നമുക്ക് പപ്പടം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ച് ബോൺലെസ് ചിക്കനാണേ. അപ്പോൾ ഈ ചിക്കനെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് പെപ്പർ, കുറച്ച് വെള്ളം, ഇതെല്ലാം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് ഒരു 2 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. അതിലേക്ക് കുറച്ചുകൂടെ സോൾട്ടും കുറച്ച് പെപ്പറും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള എല്ലാ ഡിഷസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മളിനി ബൗളിലേക്ക് ഈ കഞ്ഞി എടുത്തു. അതിനെ നമ്മളൊന്ന് മാഷ് ചെയ്തെടുക്കാം. ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. ഞാനിവിടെ അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ഈ കഞ്ഞീൻ്റെ മേലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഫൈനൽ ടച്ചായിട്ട് നമ്മൾ കുറച്ച് പെപ്പറും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു വയ്ക്കുക. അവരുടെ റിയാക്ഷൻ ഒന്ന് കാണാം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.